ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിൻ്റെ 62-ാമത്തെ ശ്ലോകത്തിലേക്കാണ് വരുന്നത്. ഗുരുവിൻ്റെ വേദാന്ത കൃതികൾ എപ്പോഴും വളരെ ലളിതമെന്ന് തോന്നുമ്പോഴും വളരെ അധികം സൂക്ഷ്മതയും ശരിയായ രീതിയിലുള്ള ചിന്തയും ചേർത്ത് വയ്ക്കുമ്പോഴാണ് ഗുരു എത്രമാത്രം ആഴത്തിലാണ് ഈ കാര്യത്തെ, ഈ തത്വത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ശ്രീനാരായണ ഗുരുദേവൻ സനാതനമായിട്ടുള്ള ധർമ്മത്തെ അല്ലെങ്കിൽ തത്വത്തെ എത്രമാത്രം ലാളിത്യത്തോടു കൂടിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്, അത് മലയാള ഭാഷയിൽ. അപ്പോൾ ഉപനിഷത്തിൻ്റെ, ശ്രുതിയുടെ അല്ലെങ്കിൽ ശ്രുതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങൾ എത്ര യുക്തിഭദ്രതയോടുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് കൂടി തിരിച്ചറിയണം. അപ്പോൾ ഇവിടെ ഗുരു പരിചിന്തനം ചെയ്യുവാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഗുരു സൂചിപ്പിക്കുകയാണ്, പരവശനായി പരതത്വം എൻ്റെതെന്ന് ഓർക്കരുത്, അരുതെന്ന് കഥിപ്പതൊന്നിനാലെ വരുമറിവേത് വരാ കഥിപ്പതാലെ പരമപദം പരിചിന്ത ചെയ്തിരണം. അപ്പോൾ ഇവിടെ പരവശനായി നമ്മൾ തത്വത്തെ, ആത്മതത്വത്തെ അന്വേഷിക്കുമ്പോൾ മറ്റൊന്നിന് അടിമപ്പെട്ട് അല്ലെങ്കിൽ മറ്റൊന്നിന് വശംവദനായി പരതത്വം എൻ്റെ എന്ന് നമ്മൾ കാലദേശങ്ങളുടെ ഉള്ളിലേക്ക് ചുരുക്കി പറയുകയാണ്. അപ്പോൾ ഈ പരതത്വം എൻ്റെതെന്ന് പറയരുത്, അത് പറയുന്നത് തന്നെ വലിയ കുഴപ്പത്തിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ പറ്റുന്നത്? പരവശനായിട്ടാണ്, മറ്റൊന്നിന് വശപ്പെട്ടിട്ടാണ്. ഇത് വരുന്ന, നമ്മൾക്ക് ഇതിനെക്കുറിച്ച് അറിയുന്ന ആ അറിവിനെ ഒക്കെ ശരിയായ രീതിയിൽ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കാതെ വരുന്ന ഒരു പ്രശ്നം അവിടെ ഈ പരിചിന്തയുടെ, കാരണം ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് ചിന്ത ചെയ്യുവാനായിട്ട്, അതിനെ സൂക്ഷ്മമായിട്ടുള്ള തലത്തിലേക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ പരതത്വം എന്നുള്ളത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പരമമായിട്ടുള്ള തത്വം, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്ന ഏതൊരു ചൈതന്യമാണോ അതിനെയാണ് പരതത്വം എന്ന് പറയുന്നത്. അതിനെ തന്നെയാണ് ഗുരു അറിവെന്ന് പറയുന്നത്. അപ്പോൾ ഈ പരതത്വത്തെ, ഈ പരമ്പൊരുളിനെ, പരമാത്മാവിനെ എൻ്റേത് എന്ന് ആക്കിക്കൊണ്ട് നമ്മൾ ഇവിടെ വിലയിരുത്തുകയാണ്. അങ്ങനെ സ്വാർത്ഥതയ്ക്ക് അടിമപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പറയുകയാണ്. അതെങ്ങനെ സാധിക്കുമെന്നാണ് ഗുരു ചോദിക്കുന്നത്. കാരണം ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഏതറിവ് കൊണ്ടാണ് ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന വിഷയം, കാലദേശങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് കാലദേശാധിവർത്തിയായ ആ പരതത്വത്തെ എങ്ങനെ നമ്മൾ എൻ്റേതെന്ന് പറയും? എൻ്റേതെന്ന് പറയുന്നതും അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ മമതയ്ക്ക് അധീനമാക്കി പറയുമ്പോൾ
അത് എങ്ങനെ അതുമായിട്ട് യോജിച്ചു പോകും? ഇതാണ് പ്രശ്നം. അപ്പോൾ ഇതിനെ തിരിച്ചറിയണമെങ്കിൽ പരിചിന്ത ചെയ്യണം. ഓരോന്നതായി അവയവം പിരിച്ച് നോക്കണം, അല്ലെങ്കിൽ ഒന്നൊന്നായി എണ്ണി എണ്ണി പൊരുളൊടുക്കണം. അങ്ങനെ വരുമ്പോഴാണ് ഈ കാലദേശങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞാനെന്നും എൻ്റേതെന്നുമുള്ള ആ ഭാവങ്ങളെ, ഇവിടെ സ്വാർത്ഥമതികളായിട്ടുള്ള ആളുകളുടെ ആ ബുദ്ധി, അത് നമുക്ക് മാറ്റി ശരിയായ തലത്തിലേക്ക് നമുക്ക് കാര്യങ്ങളെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കണം. അപ്പോൾ പരിചിന്ത എന്ന് പറയുമ്പോൾ ഗുരു വേറൊരു സ്ഥലത്ത് സൂചിപ്പിക്കുന്നുണ്ട്, ചിന്തിച്ച് ചിന്തിച്ച് ചിത്തായിരിക്കണം. ഈ ചിത്തായിരിക്കുക എന്നുള്ളത് മുൻപ് ആത്മോപദേശ ശതകത്തിൽ തന്നെ ഉണരരുത് ഇനി ഉറങ്ങിടാതിരുന്നിടണം അറിവായി എന്ന് പറയുന്നതൊക്കെ നമ്മൾ ശരിയായ രീതിയിൽ ആ ഒരു കാഴ്ചപ്പാടിൽ തത്വാന്വേഷണം, അപ്പോൾ അത് ഒരു ജിജ്ഞാസുവിൻ്റെ ഗൗരവത്തോടു കൂടി കാണുമ്പോൾ മാത്രമാണ് അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. അതുകൊണ്ട് ആത്മാവിനെ അന്വേഷിച്ച് അല്ലെങ്കിൽ അവനവനെ അന്വേഷിച്ച് പോകുന്നവൻ ഒരിക്കലും ഈ പരതത്വത്തെ തൻ്റേതെന്നുള്ള ആ സ്വാർത്ഥമായിട്ടുള്ള കാലദേശങ്ങളുടെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് പറയാൻ പാടില്ല എന്ന് തിരിച്ചറിയുന്നത് പരിചിന്ത കൊണ്ടാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള പരിചിന്ത നമ്മളെല്ലാവരിലും ഉണരട്ടെ, അതിനുള്ള ശ്രദ്ധ ഉണ്ടാകട്ടെ. ഏവർക്കും നമസ്കാരം.